കർത്താവിന് സ്തോത്രം. എൽബത്തേൽ ഏച്ചിയുടെ മലയാളം വർഷിപ്പിലേക്ക് വന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ നിങ്ങളെ ഓരോ ദൈവമക്കളെ ഓരോരുത്തരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഴമേറിയ വിഷയമാണ് ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം. പാരമ്പര്യ ശക്തികളിൽ നിന്ന് ഒരു വിടുതലെടുക്കുക. ഇത് വളരെ ആഴമേറിയ വിഷയമാണ്. ഒത്തിരിയും ചോദ്യങ്ങൾ, നൂറുകണക്കിന് ചോദ്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. കാരണം ഈ ചോദ്യങ്ങളെല്ലാം വരാനുള്ളതിൻ്റെ കാരണം നമ്മൾ പഠിച്ചതും നമ്മൾ വളർന്നതും നമ്മൾ പ്രോഗ്രാമായത് എവിടെയെങ്കിലും തെറ്റായിട്ടുള്ള ആൾക്കാരുടെയും കൂടെ ആശയം കേട്ടതാണെങ്കിൽ നമ്മളെ അത് വിടുതലെടുക്കാതെ വണ്ണം, വിടുതലിലേക്ക് നയിക്കാതെ വണ്ണം നമ്മളെ അത് ബുദ്ധിമുട്ടിക്കും. ചില പുതിയ നിയമത്തിലുള്ളവർക്ക് ജനറേഷൻ പ്രോബ്ലങ്ങളുണ്ടോ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ, ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, ഇങ്ങനെയുള്ള അനേക വാക്യങ്ങളുടെ ആഴമേറിയ അർത്ഥം തെറ്റായിട്ട് മനസ്സിലാക്കി തന്ന് അങ്ങനെ ശുശ്രൂഷ ഇല്ല, അങ്ങനത്തെ ഒരു ശുശ്രൂഷയുടെ ഗിഫ്റ്റ് ഇല്ലാത്തവർ ബാക്കിയുള്ള ശുശ്രൂഷകളെ എന്ത് പറ്റുമെന്നറിയാമോ, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു വരുത്തി ഇതിനെ കുറച്ച് കളയാൻ നോക്കും. അപ്പം ദൈവം ഏൽപ്പിച്ച ഓരോ ശുശ്രൂഷകളും ആഴമുള്ളതാണ്. ദൈവവചനത്തിൽ ഇതുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കണം കേട്ടോ. ദൈവവചനത്തിൽ ഇല്ലാത്തതൊന്നും നമുക്ക് പഠിക്കണ്ട. ദൈവവചനത്തെ മാറ്റിക്കളയുന്നതോ കൂട്ടിക്കളയുന്നതോ ഒന്നും നമുക്ക് വേണ്ട. പക്ഷെ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ നിങ്ങളെ ഞാൻ ആഴമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇൻഡിവിജ്വൽ, വ്യക്തിപരമായ നമ്മളുടെ അകൃത്യം. ഞാനിവിടെ യൂസ് ചെയ്തത് പാപം എന്നുള്ള വേർഡല്ല. എന്തുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തതെന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലായോ? ബൈബിളിൽ ജനറേഷണൽ പ്രോബ്ലങ്ങളെന്ന് പറഞ്ഞേക്കുന്നിടത്തെല്ലാം പറഞ്ഞേക്കുന്നത് പാപമെന്നല്ല, അകൃത്യമെന്ന്. നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഒരുമിച്ചൊന്ന് വാ. എന്തോ പറഞ്ഞേക്കുന്നേ? അകൃത്യം. അപ്പം നമ്മുടെ വ്യക്തിപരമായ അകൃത്യം എന്തു കൊണ്ടുവരും? ശാപം കൊണ്ടുവരും. ശാപം കൊണ്ടുവരും. അതിന് ശാപമല്ല മോനെ, പാപമാണ്, കുറച്ചുകൂടെ മസാല. ദൈവവചനം ശാപമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാപവും തന്നെ പറയണം. ബൈബിളിൽ വെച്ചേക്കുന്ന നിയമം അനുഗ്രഹവും ശാപവും, നന്മയും തിന്മയും, ജീവനും മരണവും, ഗുണവും ദോഷം. എത്ര പേരാ ഇതെല്ലാം നമ്മൾ വായിച്ചോ? നമ്മൾ വായിക്കാൻ പോവാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതെല്ലാം. എത്ര പേരാ വെച്ചേക്കുന്നത്. ഇനിയും ബൈബിളിൽ എങ്ങാണ്ട് ഒരു വാക്യമേ ഉള്ളൂ ഇതിന്. നിങ്ങളെ ഞാൻ വാക്യങ്ങളും അധ്യായങ്ങളും കാണിക്കാം. വാക്യങ്ങൾ തന്നെയല്ല, അധ്യായങ്ങൾ കാണിക്കാം ഇതുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ദൈവവചനം ഇത്രയും മാറ്റി വെച്ചേക്കുക ഈ വിഷയം പഠിപ്പിക്കാൻ വേണ്ടി. ദൈവവചനം അധ്യായങ്ങൾ മാറ്റി വെച്ചേക്കുക ഇത് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പം നമ്മളിത് പഠിപ്പിക്കണം. ദൈവജനം വിടുതലായി തീരണം. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ കുറ്റിയും വേരും ഇരുന്ന് നിങ്ങളെ വീണ്ടും കീഴോട്ട് കൊണ്ടുപോകല്ല. നിങ്ങളുടെ പിതാക്കന്മാർ വഴി വന്ന കുറ്റിയും വേരും സകലതും ഞാൻ പറഞ്ഞില്ലയോ, എൻ്റെ ചിന്തയ്ക്കകത്ത് പലതും വരുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമില്ല, പറയാനുമല്ല. ഓൺലൈനിൽ കൂടെ ഉള്ളതുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇല്ലെങ്കിൽ ദൈവവചനത്തിനകത്തൂടെ അനുഭവങ്ങളിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഷോക്കായി പോകുന്ന കാര്യങ്ങൾ. കാരണം ഇത്ര ആഴമ വ്യക്തിപരമായ ട്രാൻസ്ഗ്രഷനാണ് ഇനീക്വിറ്റി. നമ്മുടെ ലൈഫിൽ വരരുത്. അടുത്തത്, പൂർവ്വപിതാക്കന്മാർ വഴി വന്നു. എന്തിനാണ് ഞാനിവിടെ 10 തലമുറ എന്ന് എഴുതിയത്? പഠിപ്പിച്ചായിരുന്നോ? പഠിപ്പിച്ചു. 4 തലമുറ എന്തിനാ? 10 തലമുറ നിങ്ങളെ പഠിപ്പിച്ചതാണ് കേട്ടോ. അടുത്തത്, പാർട്ട്ണർഷിപ്പ് പഠിപ്പിച്ചോ? നോക്കിയേ, പാർട്ട്ണർഷിപ്പിനകത്തോട് വരുന്ന നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, തെറ്റായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മുടെ അസോസിയേഷൻ എങ്കിൽ നമ്മളെ സ്പോയിൽ ചെയ്യും. ഇല്ല മോനെ, നിന്നെ സ്പോയിൽ ചെയ്യത്തില്ല, നിന്നെ ഒരു ക്രാക്ക് വരുത്തുകയുള്ളൂ. നിങ്ങളുടെ സ്വോത്രാഴ്ചയ്ക്ക് വേണ്ടി ചുമ്മാ കള്ളത്തരം പഠിപ്പിക്കൽ. ആൾക്കാരുടെ സ്വോത്രാഴ്ചയ്ക്ക് വേണ്ടിയും ആൾക്കാരുടെ പ്ലീസിങ്ങിന് വേണ്ടിയും വചനം എന്തു പറയുന്നു അത് പഠിപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തെറ്റായ ബന്ധങ്ങളിൽ പോകരുത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറല്ലേ. അത് ബന്ധനമായി തീരും. ഈവൻ പാസ്റ്റർമാരോട് വരെയുള്ള ബന്ധങ്ങൾ, തെറ്റായിട്ടുള്ള ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് തലവേദനയായി തീരും. നമ്മൾ കിടന്ന് കറങ്ങും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എങ്ങനെ ഇതിനകത്തുനിന്ന് വിടുതലെടുക്കണം, തലേ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ?
കാരണം ഞാൻ ഓരോ ആഴ്ചയിലും യാത്ര ചെയ്യുമ്പം, കഴിഞ്ഞ ആഴ്ചയിലും യാത്ര ചെയ്തു, ദൈവത്തിൻ്റെ കൃപയാൽ 600-700 പാസ്റ്റേഴ്സിന് വേണ്ടി ക്ലാസ് എടുക്കാമായിരുന്നു ഞാൻ. 600-700 പാസ്റ്റേഴ്സിന് വേണ്ടി ഓരോരുത്തരുടെ ചോദ്യങ്ങളും കാര്യങ്ങളും കേട്ടിട്ട് വരുമ്പം എൻ്റെ ദൈവമേ, ചില ദൈവദാസന്മാർ കിടന്ന് കറങ്ങാം. അവർ പഠിച്ചതൊക്കെ ചിലരെ പഠിപ്പിച്ച്, ചില വിശ്വാസികൾ പഠിച്ചത് പല രീതികളിലാണ്. പോട്ടെ, സ്പൗസ് കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചു. ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു കോഡ് ഞാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചോ? ദൈവമക്കളെ, നിങ്ങൾ മെസ്സേജ് കേൾക്കാനായിട്ട് മാത്രം ഇരിക്കല്ലേ. ഈ ആഴ്ച കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയി കണ്ണുനീരോടെ പോയി പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളൊരു മെസ്സേജ് കേട്ടിട്ട് പോകാനല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ വേണം കേട്ടോ. നിങ്ങൾ മെസ്സേജ് കേൾക്കാനായിട്ട് മാത്രമല്ല, ആ കേൾക്കുന്ന സത്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കേൾക്കുന്ന സത്യത്തിൽ നിങ്ങൾ നടക്കണം. എനിക്കറിയാം, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുമ്പോഴും എൻ്റെ യേശുപ്പ ഇവിടെ ഉണ്ട്. അവൻ്റെ സാന്നിധ്യം ഒരു പിതാവിനെ പോലെ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. പ്രസംഗിക്കുന്ന എൻ്റെ ഹൃദയത്തെയും വന്നിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെയും എല്ലാവരെയും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ അവിടെ ആയിരിക്കുന്നത്. നിങ്ങളുടെ ഭാരങ്ങളെ അപ്പം ദൈവത്തിന് അറിയാൻ പറ്റുമോ? എല്ലാം അറിയാവുന്ന ഒരു, നിങ്ങളുടെ ഓരോ സ്പന്ദനങ്ങളെ അറിയാം. നമുക്ക് ഇന്ന് ചിന്തിക്കുന്നത് നമുക്കറിയത്തുള്ളൂ. നിങ്ങൾ നാളുകളിൽ ചിന്തിക്കാൻ പോകുന്നതും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാവി എന്തായി തീരണമെന്ന് തിരിക്കാൻ കഴിവുള്ളവൻ ഒരാളുടെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ദൈവവചനത്തോട് അങ്ങ് ആത്മാർത്ഥമായിട്ട് അനുസരിക്കാൻ നോക്കി, നിങ്ങൾക്കിത് നന്മയാണ് അല്ലേ? റിലേഷൻഷിപ്പ് വഴി പഠിപ്പിച്ചോ ദൈവമക്കളെ? റിലേഷൻഷിപ്പ് വഴി പഠിപ്പിച്ചോ? അടുത്തത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് പഠിപ്പിച്ചോ? ഇതുവരെ ഞാൻ പറഞ്ഞു. അതോറിറ്റീസും പഠിപ്പിച്ചു അല്ലേ? അതോറിറ്റീസ് പഠിപ്പിച്ചു. 2 ടൈപ്പിൽ അതോറിറ്റീസ് ഉണ്ട്. തെറ്റായ അതോറിറ്റീസ്, പൊളിറ്റിക്കൽ ഇലക്റ്റഡ് ലീഡേഴ്സ്, ഗവൺമെൻറ് തരത്തിലുള്ള ലീഡേഴ്സ്. 2 സ്പിരിച്വൽ ലീഡേഴ്സ് ഞാൻ പഠിപ്പിച്ചു. അവിടെ മാറട്ടെ. സ്പിരിച്വലും ഗവൺമെൻറ്റും പഠിപ്പിച്ചു. അടുത്തത് 5ാമത്തേത് അൺഗോഡ്ലി കവനൻസ്. ഇതെന്തുവാന്നുള്ളത് കുറച്ചും കൂടെ ഞാൻ മുൻപോട്ട് വരുന്ന ക്ലാസ്സിലെടുക്കാം. അൺഗോഡ്ലി കവനൻസ്. പക്ഷേ ഒരു വേർഡ് നിങ്ങൾ എഴുതി വെച്ചു. നമ്മൾ ഇല്ല, കാരണം നമ്മൾ അതിലൊന്നും പോയി കാണത്തില്ല. നമ്മുടെ പിതാക്കന്മാരോ പൂർവ്വപിതാക്കന്മാരോ മാതാക്കളോ അൺഗോഡ്ലി കവനൻറ്റുകൾ ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ആ ഫാമിലി ട്രീയിൽ ഇറ്റ് വിൽ ബ്രിങ് കേഴ്സസ്. ഒരു ഉദാഹരണം പറയാം, കാര്യങ്ങളെ മാറ്റി തിരിച്ച് ഞാൻ പറയാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, സംഭവങ്ങൾ നിങ്ങൾ അറിയണം, പക്ഷേ വ്യക്തികളെ നിങ്ങൾ അറിയല്ല. അതുകൊണ്ട് എല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സംഭവങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു ദൈവവൃത്യൻ പറഞ്ഞതാണ്. ഒരു ദൈവവൃത്യൻ അദ്ദേഹം ഒരിടത്ത് ദൂത് കേൾക്കാൻ പോയി. കാറ് നിറച്ച ആൾക്കാർ പോയി. എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം കാറ് നിറച്ച് കുറേ ദൈവദാസന്മാർ, ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾക്ക് പറയും, ദൂത് കേൾക്കാൻ വേണ്ടി ഒരിടത്ത് പോയി. ആ പോയ പാസ്റ്ററിനെ എനിക്കറിയാം. നിങ്ങൾ എന്നോട് ചോദിക്കില്ല, ഞാൻ പറഞ്ഞും തരത്തില്ല. ആ പാസ്റ്റർ അടുക്ക പോയി. ആ പാസ്റ്റർ അടുക്ക ചെന്നപ്പം എല്ലാവരും കൂടെ ചെന്നപ്പം ഒരാളോട് ദൈവദാസനോട് ദൂത് പറഞ്ഞു. പുള്ളി അന്ന് സാധാരണ പാസ്റ്റർ, അന്നത്തെ കാലത്ത് സാധാരണ പാസ്റ്റർ ദൂത് പറഞ്ഞു, നിൻ്റെ വല്യമ്മച്ചി കിടന്ന മുറി നീ ഇടിച്ചു കളഞ്ഞ് നിൻ്റെ വല്യമ്മച്ചി ഉപയോഗിച്ച ആ മുറിയിലെ സാധനങ്ങൾ മുഴുവനും കത്തിച്ച് കളയാതെ നിൻ്റെ ശുശ്രൂഷയെ നന്നാകത്തില്ലെന്ന്. ഈ പാസ്റ്റർ അങ്ങനെ പറയുന്നത്. പുള്ളി ഇച്ചിരി കട്ടിക്കുള്ള പാസ്റ്റർ. നീ നന്നാകത്തില്ല. എന്നെ എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട് പുള്ളി. എന്നെ എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട്. നീ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ നീ ചെയ്തോ? ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കഴിഞ്ഞ പ്രാവശ്യം നീ ചെയ്തത് ഞാൻ പറഞ്ഞത് ചെയ്തോ? ഇല്ല. പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കാൻ വന്നു? എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ഇവിടെ കർത്താവ് പറഞ്ഞ് അനുസരിക്കാത്തവനോട് നീ ദൂത് വെക്കാൻ വരുന്നു. എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. എൻ്റെ അടുക്കൽ എന്നെ എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ട്. നീ കർത്താവ് പറഞ്ഞ് അനുസരിക്കാൻ പറ്റും. കാരണം ചിലർക്ക് അവർക്ക് വേണ്ടിയത് പൈസ അല്ല, അവർക്ക് വേണ്ടിയത് കർത്താവിൻ്റെ ദൂത് ഷാർപ്പായിട്ട് പറയും. എനിക്ക് അദ്ദേഹത്തോട് ഇന്ന് സ്നേഹമാണ്. പോട്ടെ, അദ്ദേഹത്തോട് പറഞ്ഞു, നീ നന്നാകണമെങ്കിൽ നിൻ്റെ വല്യമ്മച്ചി കിടന്ന മുറി ഇടിച്ച് കളഞ്ഞ് നിൻ്റെ അമ്മച്ചി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ വന്ന പാസ്റ്റർമാർക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഈ പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. പോകുന്ന വഴിക്ക് പുള്ളി ഹൃദയത്തെ തീരുമാനിച്ചു, ശരിക്കൊരു എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എനിക്ക് എൻ്റെ ശുശ്രൂഷ നന്നാകണം. പുള്ളിക്കാരൻ പുള്ളി കാര്യങ്ങളൊക്കെ റിസ്ക് എടുത്തു. വസ്തുവെല്ലാം വല്യപ്പന്മാരുടെ പേരിൽ കിടക്കുക. അവസാനം ഈ വല്യപ്പൻ്റെ അമ്മമാർക്ക് എല്ലാം വീതം വെച്ച്
വീതം വെച്ച് വന്നപ്പം കുടുംബ വീട് കിട്ടിയത് ഈ പാസ്റ്ററുടെ അപ്പനാണ്. കുടുംബ വീട് കിട്ടിയത് ഈ അപ്പനാണ്. ഇദ്ദേഹം തീരുമാനിച്ചു ഈ കുടുംബ വീട് എല്ലാവരുടെയും പേരിൽ എഴുതിയല്ലോ. ഉപ്പാപ്പന്മാരാരും ഇല്ലാത്ത സമയം നോക്കി പുള്ളിക്കാരൻ ഒരു പിക്കാസോ ഏതാണ്ട് സാധനവുമായിട്ട് അങ്ങോട്ട് ചെന്ന് വല്യമ്മ കിടന്ന മുറി അങ്ങ് ഇടിച്ചു കളഞ്ഞു. വല്യമ്മ കിടന്ന മുറി ഇടിച്ചു കളഞ്ഞിട്ട് ആ വല്യമ്മയുടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിലും അലമാരിയും സാധനങ്ങളും മൊത്തം വെളി വാരിയിട്ട് പെട്രോൾ ഒഴിച്ച് പുള്ളി തീ കത്തിച്ച് കളഞ്ഞിട്ട് ഇതിവിടെ ഇങ്ങനെ അവിടെ കിടക്കുക. തിരിച്ചു വന്നപ്പോൾ ആരോ ചോദിച്ചു, എടാ ഇതാരാ കത്തിച്ചതെന്ന് ചോദിച്ചു. പിന്നെ അതങ്ങനെ അങ്ങ് മാറി. വല്യമ്മയുടെ മുറിയിൽ ഇടിച്ചു കളഞ്ഞു. പുള്ളി അടുത്ത ദിവസം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കോട്ടയത്ത്, നോർമൽ മീറ്റിങ്ങിന് വേണ്ടി കോട്ടയത്തേക്ക് പോയി. പുള്ളിയുടെ ശുശ്രൂഷ കാട്ടുതീ കത്തുന്ന പോലെ ഒരൊറ്റ കത്തൽ കത്തി. ഇന്ന് പുള്ളി ലോകത്തിൻ്റെ ഹയർ ലെവലിലാണ്. നമ്മൾ ഇന്ത്യയിലില്ല, ലോകത്തിൻ്റെ ഹയർ ലെവലിൽ പോയി. ഞാൻ പറഞ്ഞ മലയാളികളുടെ നിലയിലല്ല, ലോകത്തിൻ്റെ ജാതികളുടെയും രാജ്യക്കാരുടെയും ഭാഷക്കാരുടെയും മീതെ പുള്ളി പോയി. പുള്ളിയുടെ അനിയൻ ഇന്നും വല്യപ്പൻ ചെയ്തുകൊണ്ടിരുന്ന പണി ചെയ്തുകൊണ്ടിരിപ്പോൾ. പുള്ളിയുടെ അപ്പനോ പഴയ പണി. നിങ്ങളുടെ ലൈഫ് അൺഗോഡ്ലി കവനൻസ് ബ്രേക്ക് ആക്കണം. അൺഗോഡ്ലി കവനൻസ്. ഞാൻ നിങ്ങളോട് ഒരാളുടെ ഉദാഹരണം പറഞ്ഞു, പക്ഷേ എനിക്ക് വ്യത്യസ്തമായ 3, 4, 5 ആൾക്കാരുടെ ഉദാഹരണം എനിക്കറിയാം വ്യക്തിപരമായി. കാരണം വളരെ ചെറുപ്പം തൊട്ട് തന്നെ ദൈവദാസന്മാരുടെ കൂടെ നടന്നതുകൊണ്ട് എനിക്ക് ഒരാടെ അല്ല ഒത്തിരി പേരുടെ ഉദാഹരണം അറിയാം. വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും അല്ലെങ്കിൽ വല്യപ്പന്മാരും അവർ അൺഗോഡ്ലി കവനൻ്റ് ചെയ്തത് നിമിത്തം മക്കളുടെ ലൈഫിൽ ഉയർച്ചയില്ലാതെ ജീവിക്കുന്ന അങ്ങനെയുള്ള കവനൻ്റ് നമ്മളതിനെ ബ്രേക്ക് ചെയ്യണം. മുൻപോട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഞാനത് വീണ്ടും പഠിപ്പിക്കും. ഇതിപ്പം ഏകദേശം ഒന്ന് മനസ്സിലായോ? അൺഗോഡ്ലി കവനൻസ്. ദേശത്തെ അശുദ്ധ ശക്തികളോടാകാം, രക്തം കൊടുത്താകാം, പൂജ ചെയ്താകാം, ഹോമം ചെയ്താകാം, മന്ത്രവാദങ്ങൾ ഏതെങ്കിലും രീതിയിലാകട്ടെ, കണക്റ്റ് ആയേക്കുന്ന അതിനെ ബ്രേക്ക് ചെയ്യണം. അടുത്തത് നേഷൻ. ലാൻഡ്, നേഷൻ, ടെറിട്ടറി, റീജൻ. ഈ ക്ലാസ് ഞാൻ വീണ്ടും എടുക്കാം. നേഷൻ, ലാൻഡ്, ടെറിട്ടറി, റീജൻ. ഈ ക്ലാസ് ഞാൻ വീണ്ടും എടുക്കാം. അത് മുൻപോട്ട് വരുമ്പോൾ ഞാനത് എടുക്കാം. ലാൻഡിൽ നിന്ന്, നേഷനിൽ നിന്ന് മണ്ണ് ശപിക്കപ്പെട്ടത് നിമിത്തം ഞാൻ മുമ്പേ പ്രീവിയസ് ക്ലാസ്സിൽ അത് പഠിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? ഏകദേശം ഒരു ഐഡിയ ഇല്ലേ? ഡേവിഡിൻ്റെ ചരിത്രം പഠിപ്പിച്ചപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മാറുക. അടുത്തത്, ഇതെല്ലാം വരാനുള്ളതിൻ്റെ കാരണം സിൻ ഓപ്പൺസ് ദി ഡോർ. സിൻ എന്താ ഓപ്പൺ ചെയ്യുന്നത്? പാപം, ട്രാൻസ്ഗ്രഷൻ, ഇനിക്വിറ്റി. പിശാചിനും പാപത്തിനും ശാപത്തിനും കയറി വരാനുള്ള ഇത് വഴി വെച്ച് കൊടുക്കുന്നത് എന്തുവാ? പാപം. നമ്മുടെ ലൈഫിൽ പാപത്തിൻ്റെ റൂട്ടിനെ വെട്ടിക്കളയണം. വെട്ടല്ലേ, വേരോടെ വിടണം. വെരി ഗുഡ്, വേരോടെ. ലീഗൽ റൂട്ടുകളെ അത് ക്ലെയിം ചെയ്യുന്നതിനെ അതിനെ വേരോടെ പിഴുത് കളയണം. കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വേരോടെ പിഴുത് കളയണം. കർത്താവിൻ്റെ വചനം പറയുന്നു, വെട്ടാനല്ല വചനത്തിൻ്റെ പ്രമാണം. എന്തോ വചനത്തിൻ്റെ പ്രമാണം? വേരോടെ പിഴ. ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലായോ? ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് വീണ്ടുമുള്ള സ്ലൈഡ്. പാർട്ട്ണർഷിപ്പ് വീണ്ടും ഞാൻ എടുത്തെഴുതിയേക്കാം. അതോറിറ്റികൾ നിമിത്തമുള്ള വീണ്ടും എടുത്തെഴുതിയേക്കാം. അൺഗോഡ്ലി കവനൻസ് വീണ്ടും എടുത്തെഴുതിയേക്കാം. നേഷൻ ഇത് വീണ്ടും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. കാരണം ഇങ്ങനെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഏത് വഴികളിൽ കൂടെയൊക്കെയാണ് വരുന്നത്? ഏത് വഴികളിൽ കൂടെ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മുന്നോട്ട് പോവാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. ലീഗൽ റൂട്ട്സ് ഓഫ് ലാൻഡ്. ഇത് തൊട്ടാൽ ലാൻഡിൻ്റെ മേലിൽ കൂടെ വരുന്ന ശാപങ്ങൾ, ലാൻഡിൻ്റെ മേളിൽ കൂടെ വരുന്ന കേസുകൾ. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഈ 2 അധ്യായങ്ങൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ആൻറ്റി? പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് ഒത്തിരി വിഷയമാണ്. നമുക്കത് തന്നെ പഠിച്ചിട്ട് പോവാം. നമ്മൾ പാർക്കുന്ന ദേശം അശുദ്ധ ശക്തികൾക്കോ ദുഷ്ടവ്യാപാരങ്ങൾക്കോ
വേണ്ടി അതോറിറ്റികളായിട്ടുള്ള ആൾക്കാർ ഇതിനെ വിറ്റ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ വിറ്റ് കളയുന്നത്? ഇതിനെ അടിയറ വെച്ചു. പൈശാചിക, കാരണം മനുഷ്യൻ്റെ മീതെയാണ് ഏദൻ തോട്ടത്തിൽ ദൈവം ഭൂമിയുടെ അതോറിറ്റി കൊടുത്തത്. അവനിത് ആർക്കെങ്കിലും കൊടുത്താലോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യത്തെ പൈശാചിക ശക്തികൾക്ക് അടിയറ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് രക്തം കൊടുത്താകാം, എന്തെങ്കിലും കൊടുത്താകട്ടെ, വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശം അവൻ്റെ അധീനതയിലായിരിക്കും. അവിടെ പാർക്കാൻ വരുന്ന ജനത്തെ അവന് കൺട്രോൾ ചെയ്യാം, അവന് ഇൻഫ്ലുവൻസ് ചെയ്യാം. ചില ഏരിയയിലുള്ള ആൾക്കാർ കംപ്ലീറ്റ്ലി റൗഡികളായിരിക്കും. ഞാനീ പറയുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ സമയമില്ലെന്നല്ലേ ഉള്ളൂ. അതിൻ്റെ മീതെ കിടക്കുന്നൊരു വയലൻസിൻ്റെ സ്പിരിറ്റാണ്. ചില പർട്ടിക്കുലർ ഏരിയയിൽ ചെന്നാൽ അവിടെ കിടക്കുന്നത് മൊത്തം ദാരിദ്ര്യത്തിൻ്റെ പിശാചാണ്. ഏരിയ മൊത്തം അവിടെ ഏരിയയിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെ പിശാചുണ്ട്, ഒരു പ്രോബ്ലമുണ്ട്. ചില ഏരിയയിൽ ചെന്നാൽ സൂയിസൈഡിൻ്റെ സ്പിരിറ്റാണ്. ആ ഏരിയയിൽ സൂയിസൈഡിൻ്റെ സ്പിരിറ്റുണ്ട്. ചില ഏരിയയിൽ ചെന്നാൽ മ്ലേച്ഛതയുടെ സ്പിരിറ്റാണ്. ആ ഏരിയയിൽ മ്ലേച്ഛതയുടെ സ്പിരിറ്റുണ്ട്. ചില ഏരിയയിൽ ചെന്നാൽ ആക്സിഡൻറ്റിൻ്റെ സ്പിരിറ്റാണ്. അവിടെ ആക്സിഡൻറ്റ്. ഇങ്ങനെ ആ ഏരിയയെ ഭരിക്കുന്ന ചില ദുരാത്മാക്കളുണ്ട് പല രീതികളിൽ. ആ മണ്ണ്, ദേശം ദുഷ്ടശക്തികൾക്ക് വേണ്ടി അടിയറ കൊടുത്തേക്കും. എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, കാരണം ചില വിഷയങ്ങളൊക്കെ ആഴമാണ്. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ സാരമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഡോണ്ട് വറി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ. നോക്കിയേ, നമ്മുടെ ലാൻഡിൽ നിന്നോ നമ്മുടെ മണ്ണിൽ നിന്നോ ഇങ്ങനെയുള്ള അവകാശങ്ങൾ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും തകർത്ത് കളയല്ലേ. ഉദാഹരണം, ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുകയോ, ഓൺലൈനിൽ നിങ്ങൾ ആ എടുത്ത ക്ലാസ്സുകളും കിടപ്പുണ്ട്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനൊരു ടൈം ലൈൻ പറയാൻ പോവാം, ശ്രദ്ധിച്ച് കേൾക്കണേ. BC 1446 ഇസ്രായേൽ മക്കളെ ദൈവം ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന വഴിയിൽ ദൈവം അവരോട് പറഞ്ഞു, ആ വാക്കുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നിങ്ങളെ ഞാൻ വിടുവിച്ചുകൊണ്ട് വരുന്ന മിസ്രൈമിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അവരുടെ മ്ലേച്ഛതകളും മര്യാദകളും കല്യാണങ്ങളും ആരാധനകളും ആചാരവും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5-6 കാര്യങ്ങളുണ്ട്. ആരാധന, ആചാരം, വിവാഹം, വസ്ത്രധാരണം, ആഹാരം, സമ്പ്രദായം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു. ഇതുപോലെ ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സമയമുണ്ടെങ്കിൽ പറയും. നിങ്ങളാകരുത്. ഇനി എവിടെ വെച്ചാൽ പറയുന്നത്? ഒരു സീനായി പർവ്വതത്തിൽ വെച്ചാൽ ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ പർവ്വതമായ സീനായി. നിങ്ങൾ എഴുതി വെച്ചു, നിങ്ങളെ ദൈവം പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ വരണം. ദൈവത്തിൻ്റെ അടുക്കൽ വരാത്തവനെ ദൈവം പഠിപ്പിക്കത്തില്ല. ദൈവം പഠിപ്പിക്കുന്ന എവിടെയിട്ടാ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിലിട്ടാണ് ദൈവം പഠിപ്പിക്കുന്നത്. അല്ലാതെ ചിലതിനെ വളയ്ക്കാൻ പറ്റത്തില്ല. വളയ്ക്കാൻ ദൈവത്തിന് കഴിയാത്തൊന്നുമില്ല. മോശയെ ഹോരേബ് പർവ്വതത്തിൽ 40 വർഷം മുമ്പേ കൊണ്ടുവന്നിട്ട് ദൈവം പഠിപ്പിച്ചത് ജനത്തെ ഇവിടിട്ടാ ദൈവത്തിന് പഠിപ്പിക്കേണ്ടി. ഇതേ പർവ്വതത്തിൽ തന്നെ കൊണ്ടുവന്നത്. നിങ്ങളെ ചില വേദനയിൽ കൂടെ കൊണ്ടുപോകുന്നത് ആ വേദനയിൽ കിടക്കുന്ന ചിലതിനെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കേണ്ടതിന് അല്ലേ, വലിച്ചെടുക്കേണ്ടതിന്. പോട്ടെ, മുന്നോട്ട് വരാം. ഇവിടെ ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന ദേശത്തെ മര്യാദ പോലെ നിങ്ങൾ ആചരിക്കൽ. എന്നിട്ട് കുറേ മര്യാദകൾ അങ്ങോട്ട് പറയാം. സത്യം പറഞ്ഞാൽ നമുക്ക് ബൈബിൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ സമയത്ത് പോയി വായിച്ചു. ചിലതൊക്കെ ഞാൻ ചിലപ്പം വായിപ്പിക്കാറുമുണ്ട്. കാരണം ഇതൊക്കെ ഇന്നത്തെ തലമുറ പഠിച്ചേ പറ്റൂ. ഇതുപോലെ നിങ്ങൾ ആചരിക്കൽ. ഒന്നാമത്തെ മ്ലേച്ഛത, ഈ മ്ലേച്ഛത സെക്ഷുവൽ സിൻസ്. ദൈവം എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇങ്ങനെയുള്ള ആ ജനത്തിൻ്റെ മ്ലേച്ഛത നിങ്ങൾ ആചരിക്കൽ. ഇമ്മോറൽ കറപ്ഷൻസ്. ലേവ്യ പുസ്തകം 18 ഒരു എന്തോ ഇമ്മോറലാണെന്നറിയാമോ? അപ്പനോട്, സഹോദരിമാരോട്, രക്തബന്ധമുള്ളവരോട്, മൃഗങ്ങളോട്, ഇതിൻ്റെ ചരിത്രങ്ങളിൽ കൂടെ പറഞ്ഞ ശവങ്ങളോട് മ്ലേച്ഛത, ലൈംഗിക ബന്ധത്തിൽ പെടുമായിരുന്നു. നിങ്ങളോർക്ക് എന്തോ പാസ്റ്റർ പറയുന്നു? ശവങ്ങളോടെന്നുള്ളത് ബൈബിൾ എഴുതിയിട്ടില്ല, പക്ഷേ അതിൻ്റെ ചരിത്രങ്ങളിൽ കൂടെ ഞാൻ പറഞ്ഞു. ഒന്നിനോട് അതുപോലെ ദൈവം പറയുക. ഒരു വാക്ക് വായിച്ചു, ഞാൻ ഈ പറയുന്ന കറക്റ്റാണോ?
ആൻറ്റി ലേവ്യ പുസ്തകത്തിലോട്ട് എടുത്ത് 24:30 നോക്കി. ഒരു വലിയ ലിസ്റ്റ് മേളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊന്ന് വായിച്ച്. ഈ മര്യാദകളൊക്കെയും കണ്ടോ, ഈ മര്യാദകളൊക്കെയും ഇതിനു മുമ്പേ ദേശത്തുണ്ടായിരുന്നവർ ചെയ്തുവെന്ന് 26, 27 ഒന്ന് വായിച്ചു ആൻറ്റി. അല്ലല്ല 24 തൊട്ട് ആൻറ്റി വായിച്ചു. ഒന്ന് വായിച്ച്. ദൈവമക്കൾ കേട്ടോ വാക്ക്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഈ വക മേളിൽ കിടക്കുന്ന ലിസ്റ്റ് നിങ്ങൾ സമയത്ത് വായിച്ചു. ഞാൻ ഇപ്പം പറഞ്ഞതല്ലോ, അവയാൽ അവരെ തന്നെ അശുദ്ധമാക്കി കളഞ്ഞു. ഒരു മൃഗത്തെ പോലും വെച്ചേക്കല്ലെന്നാണ് ദൈവം ചില ജാതികളെ പറഞ്ഞത്. എന്തിനാ മൃഗത്തെ വെച്ചേക്കല്ലെന്ന് പറഞ്ഞത്? അതിൻ്റെ എക്സ്പ്ലനേഷൻ ചരിത്രങ്ങളിൽ കൂടെ കേൾക്കണം. നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഷോക്ക്. മൃഗങ്ങൾക്ക് എയ്ഡ്സ് പോലത്തെ രോഗം ഉണ്ടായിരുന്നു. അത് അന്നത്തെ ചരിത്രങ്ങളിൽ കൂടെ പറയുന്നത് ഒരു ഭയങ്കര പ്ലേഗ്. ആ മൃഗങ്ങളെപ്പോലും സ്പോയിലാക്കി കളഞ്ഞു. ദൈവം പറഞ്ഞു, ഈ മൃഗങ്ങളെപ്പോലും വെച്ച് മൂക്കി ശ്വാസമുള്ള ഒന്നിനെയും വെക്കല്ല. അമാലേക്ക് ഇതിൻ്റെ കൂടായിരുന്നു. ഇപ്പം വല്ലം പിടുത്തം കിട്ടുന്നുണ്ടോ? എന്തിനാ അമാലേക്കിനെ ദൈവം തുടച്ചു കളയാൻ പറഞ്ഞു? അമാലേക്കിനെ ദൈവം നീക്കിക്കളയാൻ പറഞ്ഞു. ഈ വകയെ അശുദ്ധരാക്കിയിരുന്നു. ഇനിയും അടുത്ത വേർഡ് കേട്ടോ, ദേശം അശുദ്ധമായി തീർന്നു. വായിച്ചോ ആൻറ്റി. ദേശവും അതെ. യാതൊന്നും സ്വദേശിയാവട്ടെ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയാവട്ടെ ചെയ്യരുത്. ആരെങ്കിലും ഈ സകല മ്ലേച്ഛതകളിലും ഏതെങ്കിലും ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവരെ അവരുടെ ജനത്തിൽ നിങ്ങൾ ഛേദിച്ചു കളയണം. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെ അവയാൽ അശുദ്ധരാകാതെ ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തോന്നറിയാമോ? പറഞ്ഞാട്ടെ, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. കേട്ടോ, കർത്താവ് ആ വേർഡിനകത്ത് 2 അർത്ഥമാണ്. ഒന്നാമത്തെ അർത്ഥം, ഇതൊക്കെ ചെയ്തു അവർ, ഈജിപ്ഷ്യൻസ് ചെയ്തു, നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്തെ മര്യാദ ജനം എല്ലാം ചെയ്തു. അതും കൊണ്ട് ദേശം അശുദ്ധമായി തീർന്നു. ആ ദേശം അവരെ ഛർദ്ദിച്ച് കളഞ്ഞു. ഇനിയും കേട്ടോണേ, ഇനി നിങ്ങൾ അങ്ങോട്ടെങ്ങാണം പോയി ഇത് ചെയ്താൽ നിങ്ങളെയും ദേശം ഛർദ്ദിച്ച് കളയും. കിട്ടിയോ? നിങ്ങൾ അങ്ങോട്ട് പോയി ഇതെങ്ങാണം ചെയ്താൽ നിങ്ങളെയും ദേശം ഛർദ്ദിച്ച് കളയും. നിങ്ങളിനി ചെല്ലുമ്പോൾ ആ ദേശം എങ്ങനെ ശുദ്ധിയാക്കി, മണ്ണ് അന്തരീക്ഷം എങ്ങനെ ശുദ്ധിയാക്കി എടുക്കണമെന്ന് ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. നിങ്ങൾ ആ മ്ലേച്ഛതയ്ക്കകത്തോട്ട് ചെന്ന് ഞാൻ മിടുക്കനാ, തീ വെന്തു പോകാതെ മടി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മിടുക്കനുമില്ല. നിങ്ങൾ ആ ദേശത്തെ എന്തോ എടുക്കണം? ശുദ്ധമാക്കണം. നമ്മുടെ മണ്ണ് ശുദ്ധമാകണം. നമ്മളൊരു വസ്തുവക മേടിച്ചു, ഒരു ദേശത്ത് ചെന്നു. ആ മണ്ണ് എന്തും കൊണ്ട് ആ ഉടമസ്ഥൻ വിറ്റിട്ട് പോയി. അവർ പറയത്തില്ല. ചില വാഹനങ്ങൾ വിൽക്കുമ്പം ചിലതൊക്കെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ദേവദാസന് വാഹനം എടുത്തു, ചതി പറ്റിപ്പോയി. 1.25 ലക്ഷം രൂപ എൻജിൻ പണിക്ക്. എൻജിന് തട്ടിക്കൂട്ട് ചെയ്തിട്ട് ഈ വസ്തു എന്തിനാ ഇവർ വിറ്റ് കളഞ്ഞ്? ചിലർ ഒരു പക്ഷേ എന്തിനേലും കാരണം കൊണ്ടോ ബിസിനസ് അത് വിറ്റ് കളഞ്ഞു. പക്ഷെ മറ്റു ചിലർ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് കയറി നമ്മൾ ശരിക്ക് പ്രാർത്ഥിച്ചു ആ വസ്തുവിൻ്റെ മീതെയുള്ള പൈശാചിക അതോറിറ്റിയെ നീ തകർത്ത് കളഞ്ഞ് നീ ദൈവത്തിന് വേണ്ടി അതിനെ ക്ലെയിം ചെയ്തിട്ട് വേണം ജീവിക്കാൻ. നീ അതിനെ തകർത്ത് കളയേണ്ടതിനെ തകർത്ത് കളയണം. അപ്പോൾ നോക്കിയേ, നീ ചെല്ലുന്ന ദേശത്തെ ആ മണ്ണ് അശുദ്ധമായി തീർന്നതാണെങ്കിൽ
നീ അതിനെ ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കൊണ്ട് ഇത് തീർന്നിട്ടില്ല. ദൈവം ഇത് പറഞ്ഞു. ഇപ്പം ജാതികളുടെ ഇതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് വായിച്ചു. ഇതെല്ലാം ഞാൻ ചൈൽഡ് സാക്രിഫൈസ്, ബൈബിളിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അഗ്നിപ്രവേശം ചെയ്യിച്ചെന്ന്. അഗ്നിപ്രവേശം എന്തോ അഗ്നിപ്രവേശം എന്നുള്ളതിന് യഥാർത്ഥ വേർഡെന്നറിയാമോ? കൊച്ചു കുഞ്ഞുങ്ങളെ അശുദ്ധ ശക്തികൾക്ക് വേണ്ടി കുരുതി കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ ചുട്ടുകളയുക. ആദ്യം അതിൻ്റെ രക്തം, കുഞ്ഞുങ്ങളുടെ രക്തം, പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തം. ഇനി അതിൻ്റെ ഡീറ്റെയിൽ വേറെയുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾ എവിടുന്ന? അത് വേറെയാണ്. പൈശാചിക ശക്തികൾ ഇരുട്ടിൻ്റെ മറവി ചെയ്യുന്ന ഒത്തിരി പണികളുണ്ട് കേട്ടോ. അതിന് ഇരുട്ട് വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇരുട്ട് വരരുതേ. നമ്മളെല്ലാം വെളിച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കണം. ചിലർ സംസാരിക്കുമ്പോൾ ഇരുട്ടുണ്ടാക്കിയേ സംസാരിക്കത്തുള്ളൂ. പുകയുണ്ടാക്കുക പറയാം. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ചിലരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പുകയാണ്. ചിലരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അറിയാമോ എന്തോ ഒരു സന്തോഷമുണ്ട്, ഒരു വെളിച്ചമാണ്. അവരെന്ത് പറഞ്ഞാലും ചിലർ പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. എന്തൊക്കെയോ ഒരു ആ വൈബിനകത്തൂടെ അറിയാം, ഒരു കൺഫ്യൂഷനുണ്ട്. പക്ഷെ മറ്റു ചിലർ പറഞ്ഞാൽ ക്ലീൻ. ഓക്കെ, ദൈവം പറഞ്ഞു നീ ഇതെല്ലാം ശുദ്ധീകരിക്കണം. പക്ഷെ ഇസ്രായേൽ മക്കളെല്ലാം ശുദ്ധീകരിച്ചില്ല. അതിൻ്റെ കുറ്റിയും അതിൻ്റെ വേരും അവിടെ തന്നെ ഇരുന്നു. ഈ മ്ലേച്ഛതകൾ അവിടെ കുറ്റിയിരുന്നത് 700-600 വർഷം കഴിഞ്ഞപ്പം പിന്നീട് വന്ന തലമുറകൾ, ഇവരുടെ പ്രശ്നങ്ങൾ തന്നെ ഈ ജാതികൾ ചെയ്തല്ലോ. 700 വർഷവും 600 വർഷം മുമ്പെയുള്ള ജാതികൾ എങ്ങനെ ദൈവത്തെ കോപിപ്പിച്ചോ അതേ മെത്തേഡിൽ 600 വർഷം കഴിഞ്ഞ അപ്പോഴത്തേന് എത്ര തലമുറ പോയി? ഒരു 4-5 തലമുറ പോയി. ആ മക്കൾ അമോര്യർ ചെയ്തത് ഇവിടെ ചെയ്തു, അമാലേക്കർ ചെയ്തത് ഇവിടെ. അതെങ്ങനെ വന്നേ? മണ്ണ് ശുദ്ധിയായിട്ടില്ല. ഞാൻ വാക്യങ്ങളൊക്കെ എടുത്ത് അതിനോട് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചാൽ മതി. ഒന്ന് വായിച്ചാൽ ആൻറ്റി. രാജാക്കന്മാരൊക്കെ വരുമ്പോഴത്തേന് നാളുകൾ കഴിഞ്ഞു. എക്സ്പ്ലെയിൻ ചെയ്യാൻ 14-ാം അധ്യായത്തിൻ്റെ 22 ഒന്ന് വായിച്ച്. 1 രാജാക്കന്മാർ 14, 22, 24 വായിച്ച്. രാജാക്കന്മാരൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ ലിസ്റ്റുകളൊക്കെ എടുത്ത് തരാൻ ഒന്ന് വായിച്ച്. യോശുവ കഴിഞ്ഞു, ന്യായാധിപന്മാർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് രാജാക്കന്മാർ വരുന്നത്. അതിൻ്റെ 1 രാജാക്കന്മാർ 14ന്റെ 22 തൊട്ട്. ഏതാ? എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേരപ്രതിഷ്ഠകളും ഉണ്ടാക്കി. പുരുഷ മൈഥുനക്കാരും ദേശത്തുണ്ടായിരുന്നു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവർ അനുകരിച്ചു. നിങ്ങൾ കേട്ടോ? ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ എത്ര വർഷം മുമ്പേ? 600-700 വർഷം മുമ്പേ യോശുവയിൽ കൂടെ, മോശയിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞ. നമ്മൾ ലേവ്യ പുസ്തകം വായിക്കുന്ന മോശ എഴുതിയതാണ്. നീക്കിക്കളയാൻ പറഞ്ഞതിനെ ഇവർ നീക്കിക്കളഞ്ഞില്ല. ഇവരതിൻ്റെ കൂട്ടത്തിൽ കുറ്റിയും വേരും ഇട്ടിരുന്നു. പക്ഷെ ഇവൻ്റെ തലമുറകളെ കയറി ഈ മ്ലേച്ഛത കയറി പിടിച്ചു. എന്ത് കാരണം കൊണ്ട് അവരെ ഛർദ്ദിച്ച് കളഞ്ഞോ ദേശം, അതേ കാരണത്താൽ ഇസ്രയേലിൻ്റെ കൊച്ചുമക്കളെ ദേശം ഛർദ്ദിച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്ത് കാരണം കൊണ്ടാണ് ഈ ജാതികളെ ദൈവം നീക്കിക്കളഞ്ഞ് ദേശം അവരെ ഛർദ്ദിച്ച് കളഞ്ഞത്? അതേ കാരണം കൊണ്ട് ഇസ്രായേൽ മക്കളെ ദേശം ഛർദ്ദിച്ച് കളഞ്ഞു. നിങ്ങളെയും ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ നിങ്ങൾ ദേശത്തെ മ്ലേച്ഛത പോലെ അനുസരിക്കരുത്. നിങ്ങൾ അശുദ്ധമാക്കല്ലേ. ഞാൻ വിശുദ്ധന നിങ്ങളുടെ നടുവിലുണ്ട്. മണ്ണ് ശുദ്ധമാക്കണോ? ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ പാർക്ക് ഇതിനി ഇങ്ങോട്ട് കിടക്കുക. ഞാൻ ഇതെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സമയം പോകും. നിങ്ങളുടെ മണ്ണിനകത്ത് ഉള്ള അറ്റാക്കുകൾ, ചില വ്യക്തികൾ, ഇതൊന്നും ഇല്ലെന്ന് പറയുന്നവരുണ്ട്, വിട്ടേര്. പക്ഷേ ഏതെങ്കിലും കുടുംബങ്ങൾ ഈ വേദനയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പലർക്കും പല രീതികളിലുള്ള അറ്റാക്കാണ്. എല്ലാവർക്കും ഒരേ രീതികളിലുള്ളതല്ല.
ചില കുടുംബം ഒരു വീട്ടിൽ ചെന്ന് അന്ന് തൊട്ട് അവർക്ക് സൂയിസൈഡിൻ്റെ അറ്റാക്കാം. എന്താ കാരണം അറിയത്തില്ല. ആ വീട്ടിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞല്ല. ചില വീട്ടിൽ വീട് മാറി, അതോടുകൂടെ വീടിൻ്റെ അകത്ത് ഫുൾ കടഭാരം, തൊടുന്നത് മൊത്തം ചോർച്ച. ഈ വസ്തുവിനകത്ത് കിടന്ന ആ ദാരിദ്ര്യ ദുരാത്മാവ് അവരെ തകർത്ത് കളഞ്ഞതുപോലെ ഒരു സമയം വന്നപ്പം ഇവരെ തകർത്ത് കളഞ്ഞു. ചിലർ വീട് വെച്ചു, വീടിൻ്റെ കയറി താമസത്തിന് പോലും പറ്റിയില്ല, മരിച്ചുപോയി. വീടിൻ്റെ കയറി താമസത്തിന് പോലും പറ്റിയില്ല, തകർന്നുപോയി, മരിച്ചു. ഞാൻ അങ്ങനത്തെ വീടുകളിൽ പോയിട്ടുണ്ട്. ചിലർ വീട് വെച്ചു, താമസിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല വീടിനകത്ത്. ദേശശക്തികൾ അവരെ തകർത്ത് കളഞ്ഞു. പല രീതികളിലാണ്. ദൈവപൈതലിൻ്റെ വീട്ടിൽ ദേശശക്തികളല്ല ഇറങ്ങി വരേണ്ടത്. ആ മണ്ണും വീടും ദൈവസാന്നിധ്യത്തിനകത്ത് പൊതിയപ്പെട്ടാൽ എത്ര കൊടിയ ശക്തികൾ നിൻ്റെ നേരെ വന്നാലും അതിനെയെല്ലാം നീക്കിക്കളയുന്ന തീമതിൽ നിൻ്റെ വീടിന് ചുറ്റും വെളിപ്പെട്ടുകൊണ്ടിരിക്കും. തീമതിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാം കൂടെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ക്ലാസ്സുകൾ വേണം, ഞാൻ എടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, പിന്നീട് വേണേ നോക്കൂ. ഇതെല്ലാം പഠിച്ചു, ഇതോരോന്നോരോ നിങ്ങൾ പഠിച്ചു. എന്തൊക്കെ ശുദ്ധമാകണം? ലാൻഡ് ശുദ്ധമാകണം, ടെറിട്ടറി, അറ്റ്മോസ്ഫിയർ. കർത്താവ് ശപിക്കപ്പെട്ട മണ്ണിൽ അബ്രഹാമിനെ എന്തിനാ ദൈവം നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടാൻ പറഞ്ഞേ? എന്തിനാ ദൈവം വിടാൻ പറഞ്ഞു? ഷീനാർ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ? ഷീനാറിൽ നിന്നുകൊണ്ട് ആ മണ്ണ് ശപിക്കപ്പെട്ടതാണ്. എന്തിനാ ശപിക്കപ്പെട്ടതെന്ന് പറയുന്നത്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക തന്നെയല്ല, ഭൂമിയിലെ പൈശാചിക ശക്തികളുടെ ഫസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സായിരുന്നു. ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്, ആസാദി ചാനലിനകത്തൂടെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങ് മാറാൻ നമുക്ക് നോക്കിയേ. ദേശം ശുദ്ധമാകണം. ചില ഏരിയയിലോട്ട് ചെന്നു സ്പിരിച്വൽ അറ്റാക്കാണ്. ചില ഏരിയയിലോട്ട് ചെന്നു ക്യാരക്ടർ തകർന്നു. ഇത്രത്തെ ഉദാഹരണം പലതും ഞാൻ എൻ്റെ ഓർമ്മയിൽ വരിക. ഒരു വീട്ടിൽ ഞാൻ ചെന്നു, എനിക്കറിയാവുന്ന ഒരാളവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് വിടുക. ഒരാളവിടെ ഉണ്ട്, പ്രാർത്ഥിക്കാൻ ചെന്ന ആ ആൾക്ക് രോഗം പിടിച്ച് തകർന്ന് കിടക്കാം. ജീവന് ലാസ്റ്റ് ബ്രത്തിൻ്റെ ബ്രത്തെന്നല്ല, ലാസ്റ്റിൽ അവസാനത്തെ പിടിവള്ളിക്ക് എന്നെ വിളിച്ചതാണ്. ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ഇത് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ വീട് മാറാൻ പറഞ്ഞു. ഞാൻ കാണുക, കർത്താവ് എൻ്റെ കണ്ണ് തുറന്നിട്ട് കാണുക, ഈ വീടിൻ്റെ മീതെ ആ ദേശത്തിൻ്റെ മ്ലേച്ഛത മൊത്തം, ഈ അഴുക്ക് കൂട്ടിയിട്ടേക്കുന്നതിൻ്റെ മീതെ കാക്കയും പരുന്തും ഒക്കെ ഇങ്ങനെ പറക്കത്തില്ലേ, ഇങ്ങനെ പറക്കും, എല്ലാം വന്ന് കയറി. ഇതുപോലെ ഞാൻ കാണുന്നത് ആ വീട്. എന്നോട് കർത്താവ് പറഞ്ഞു, ആ വീട്ടിലെ മക്കളുടെ മീതെ പൈശാചിക ശക്തികളുടെ അറ്റാക്കാണ്. ഈ ആളവിടെ നിന്നാൽ അതും തകരും, പെട്ടെന്ന് വീട് മാറിക്കൊള്ളാം. ആ വീട്ടിൽ ഞാൻ പറഞ്ഞു, ആ വീട്ടിലുള്ളവർ കേട്ടില്ല. ആ വീട്ടിലെ മക്കൾ പലരും തകർന്നു, വല്ലതും തകർന്നു, ക്യാരക്ടറിൽ തകർന്നു, ജീവിതത്തിൽ തകർന്നു, കുത്തഴിഞ്ഞ ജീവിതമായിപ്പോയി. പക്ഷെ ആ മാറിയ ആൾ കർത്താവിൽ വളർന്നു, പടി 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 ഉയർച്ച പ്രാപിച്ചു. നമ്മുടെ വീടിൻ്റെ മീതെ ദേശത്തെ ശക്തികളല്ല വാഴേണ്ടിയത്. നമ്മുടെ വീട് കാവലിലായിരിക്കണം. ഇതൊന്നും ചുമ്മാതല്ല, എല്ലാം വരുന്നത് യാദൃച്ഛികമായിട്ടൊക്കെ വരും. അല്ല മോനെ, യാദൃച്ഛികമൊന്നുമല്ല. ദൈവം അറിയാതെ ആക്സിഡൻ്റലി എന്ന് പറഞ്ഞൊരു സംഭവം ദൈവത്തിൻ്റെ ഡിക്ഷണറി ഇല്ല. നമുക്കാണ് ഇതൊക്കെ ആക്സിഡൻ്റിൽ നടക്കുന്നത്. എൻ്റെ മമ്മി മരിക്കുന്നതിൻ്റെ 2 മാസം മുമ്പേ ദൈവം എന്നോട് പറഞ്ഞു. 2 മാസം ഞാൻ ആശയോട് പറഞ്ഞ കാറി വരുമ്പോൾ, സൺഡേ ആരാധനയ്ക്ക് കാറി വരുമ്പോൾ ആശയോട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മമ്മി വീഴുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 സ്വപ്നങ്ങൾ കണ്ടു. 3 സ്വപ്നങ്ങൾ കണ്ടു. ചില സ്വപ്നങ്ങളുടെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് കൂടുതൽ ഡീപ്പി മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, എല്ലാത്തിനും ദൈവത്തിൻ്റെ സമയമുണ്ട് കേട്ടോ. എൻ്റെ നെയ്തൻ മോൻ ജനിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ ദൈവനോട് പറഞ്ഞു, ഞാൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഇരിക്കുമ്പോൾ
കർത്താവിനോട് പറഞ്ഞു. കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന് മുമ്പേ 6-ാം മാസം 5-ാം മാസം ദൈവനോട് പറഞ്ഞു അവൻ എന്ത് പേരിടണം. അപ്പം മടങ്ങി വരാം. ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ. ദൈവം അറിയാതെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മാറാം. നിങ്ങളുടെ ദേശം ശുദ്ധമാകട്ടെ, നിങ്ങളുടെ ടെറിട്ടറി ലാൻഡ് ശുദ്ധമാകട്ടെ, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ശുദ്ധമാകട്ടെ, എവറി ഏരിയ നിങ്ങളുടെ ജീവിതം ശുദ്ധമാകട്ടെ. ഈ ക്ലാസ്സുകൾ ഞാൻ പിന്നീട് എടുക്കാം. ഇത്രയും മനസ്സിലായോ? ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ നിങ്ങൾക്ക്? ലാൻഡ് നേഷൻ, ലാൻഡ്, ടെറിട്ടറി, റീജൻ ശുദ്ധമാകണം എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ബൈബിളിൽ നിന്ന് തരുന്നത്. ഇതൊന്നും ചില്ലറ കാര്യങ്ങളല്ല. അടുത്തത് നോക്കി, രാജാക്കന്മാരുടെ ലിസ്റ്റാണ്. ഇസ്രയേൽ ശലോമോൻ്റെ കാലശേഷം 2ആയിട്ട് പിരിഞ്ഞു. 10 ഗോത്രങ്ങൾ ഒരിടത്ത് പോയി. 10 ഗോത്രങ്ങൾ ഇസ്രയേൽ എന്ന് പറഞ്ഞു വന്നു. ഇതാണ് 10 ഗോത്രങ്ങളുള്ളത്. ഇതാണ് 2 ഗോത്രങ്ങളുള്ളത്. ദാവീദും ശലോമോൻ്റെ കൂടെ നിന്നത് ഈ ഗോത്രങ്ങളാണ്. ശലോമോനോട് വിഘടിച്ച് എതിർത്ത് നിന്നത് ഇവരാണ്. നോക്കി, ഇവർ എന്ന് തകർന്നെന്നറിയാം. അസീറിയൻസ് വന്ന് BC 722 ഇവരെ പിടിച്ചോണ്ട് പോവുക മാത്രമല്ല, ഇവരെ വിളിക്കുന്ന പേരാണ് ദ ലോസ്റ്റ് ട്രൈബ്. 10 ഗോത്രങ്ങളെ കിട്ടിയിട്ടില്ല. അതിലൊരു ഗോത്രത്തെ മണിപ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളവിടെ അധികം പറഞ്ഞിട്ടുണ്ട്. നോക്കി, ഇവിടെ തംസപ്പ് കൊടുത്തേക്കുന്നുണ്ടോ? തംസപ്പ് എന്നല്ല, ഡിഡ് വാട്ട് വാസ് ഈവിൾ ഇൻ ദർ ഐസ് ഓഫ് ദ ലോഡ്. എത്ര രാജാക്കന്മാരെ? ഒരെണ്ണമെങ്കിലും നല്ലതുണ്ടോ നോക്കി. എല്ലാവരും എന്തോ ചെയ്തേ? 700 വർഷം മുമ്പേ ഉണ്ടായിരുന്ന. മനസ്സിലാകുന്നുണ്ടോ? 700 വർഷം. എങ്ങനെ ഈ കൊച്ചുമക്കളെല്ലാം തകർന്നു പോയേ? അബ്രഹാമിൻ്റെ സന്തതിയല്ലേ തകർന്നു പോയേ? നീ കുറ്റിയും കൊളുത്തും വേരും മാറ്റാതെ ആ അശുദ്ധ ശക്തിയുടെ ഇൻഫ്ലുവൻസിൻ്റെ കൂടെ ജീവിച്ചാൽ നമ്മൾ മനുഷ്യരാണ്. മാറ്റേണ്ടതിനെ നീ മാറ്റണമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒറ്റ രാജാക്കന്മാർ നോക്കിക്കേ, ഒറ്റ ഒരെണ്ണമില്ല. മൊത്തം പട്ടുപോയി. ഇവിടെ നോക്കിക്കേ, ഒരു 3 രാജാക്കന്മാരുണ്ട്. ആസ, അടുത്തത് എസക്കിയ, ജോസിയ. 3 രാജാക്കന്മാർ ദാവീദ് നടന്ന ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ് ആസ് ഹിസ് ഫാദർ ഡേവിഡ് ഹാഡ് ഡൺ. ദാവീദ് രാജാവിൻ്റെ ജീവിതം പോലെ ദൈവമുമ്പാകെ നീതിയുള്ളതായി ദൈവമുമ്പാകെ ദാവീദ് ഓടിയതുപോലെ അവർ ജീവിച്ചു. ബാക്കിയുള്ളവർ ചിലർ കണ്ടോ പകുതി. എത്ര എണ്ണ പകുതിയുള്ളത് നോക്കിയേ. ഞാൻ വേറെ കളർ വെച്ചുകൊണ്ട് ചെയ്യാം. ഇതുപോലെ ഈ ബോർഡ് മേടിച്ചെന്ന് പ്രയോജനമാകട്ടെ. ഇതാണ് 1, 2, 3, 4, 5. 5 രാജാക്കന്മാർ പകുതി. ബാക്കി മൊത്തം തെറ്റിപ്പോയി. നീ വേരോടെ പിഴണ്ടിയതിനെ വേരോടെ പിഴാതെ ആ വീട്ടിൽ പോയി ജീവിക്കൽ. വേരോടെ പിഴണ്ടിയത് ചില വ്യക്തികളുടെ ലൈഫിൽ നിങ്ങളെല്ലാം നിശബ്ദമായിട്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രിയ ദൈവമക്കളെ, വേരോടെ പിഴണ്ടിയതിനെ വേരോടെ പിഴണം. ലാൻഡ് വഴി കേസ് വരാം. മനസ്സിലായോ? ഇത് ഞാൻ കഥ ഉണ്ടാക്കിയതാണോ ബൈബിളിൽ നിന്ന് പഠിപ്പിച്ചതാണോ? ഇതൊന്നും ഡെപ്ത് ബൈബിളിൽ അങ്ങോട്ട് പോയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. നീ എന്നും കാറ്റും കോളും കടലുമാണ് പടകുമുള്ള ഇളകി ഇങ്ങനെ ഗോ ഡീപ്പ് ദ വേർഡ്. അവിടെ ആ വചനത്തിൻ്റെ മർമ്മവും ജ്ഞാനവും റിവീലായി കിട്ടുന്നു. ഇല്ലെങ്കിൽ എന്നും നമ്മൾ ഒരേ പടകു ഇളകി കാറ്റ് പഠിച്ച് ഇതിൻ്റെ കൂടെ നടക്കും. ഗോലിയാത്തിനെ കൊന്നുകൊണ്ട് നടക്കും. ഡീപ്പ് ഇൻ ദ പരിശുദ്ധാത്മാവ് നമ്മളെ ഡീപ്പ് വേർഡിലോട്ട് കൊണ്ടുപോകട്ടെ. നോക്കിക്കേ, ലാൻഡ് കേഴ്സ് കൊണ്ടുവരുന്നല്ല ചില ലാൻഡുകൾ. ബൈബിൾ പറയുന്നു, ദേശം മ്ലേച്ഛത ചെയ്ത് ആ ജനത്തെ ദേശത്തുനിന്ന് ദൈവം ആ ജനത്തെ ദേശം ഛർദ്ദിച്ച് കളഞ്ഞതുപോലെ നീ ആ ദേശത്തേക്കാണ് ചെല്ലുന്നത്. പ്രീവിയസ് ദേശത്തുനിന്ന് ജനത്തെ ഛർദ്ദിച്ച് കളഞ്ഞ ദേശത്തേക്ക് നീ ചെന്നിട്ട് നിൻ്റെ മിടുക്കാണ്, നീ വെള്ളം ഇട്ടേക്കുന്നത് കൊണ്ടൊക്കെയാണ് നീ അല്ല.
ദൈവം നിനക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ആ ദേശത്തെ നീ ക്ലെൻസ് ചെയ്യണം. എങ്ങനെ ക്ലെൻസ് ചെയ്യുന്നതെന്ന് ഉടമ്പടികൾ, കവനൻറ്റുകൾ പഠിപ്പിക്കുക, ഞാൻ പഠിപ്പിക്കാം. നീ അവിടെ ചെന്നിട്ട് ബലിപീഠങ്ങളെ ഇടിച്ച് കളയണം, കത്തിച്ച് കളയണം. നീ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? പച്ചവൃക്ഷങ്ങളോട് വരെ എന്ത് ചെയ്യണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഫലമുള്ള വൃക്ഷങ്ങളോട് നീ എന്ത് ചെയ്യണം? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദേശം, മണ്ണ് ശുദ്ധമാകണം. അന്നേരം നീ ഒരു വിഗ്രഹത്തെ കെട്ടി, സ്വർണം പൂശിയ വിഗ്രഹം. ആ സ്വർണം തടിയും കൊണ്ടുണ്ടാക്കിയ ആ വിഗ്രഹം സ്വർണം പൂശിയതാണ്. നീ എടുത്ത് തീയിലിട്ട് ചുട്ടിട്ട് ആ തടിയും കത്തിപ്പോയി, സ്വർണ്ണം അവിടെ കിടപ്പുണ്ട്. നീ ആ സ്വർണം എടുത്തുകൊണ്ട് നിൻ്റെ വീട്ടിൽ കൊണ്ടുവരില്ലെന്നാണ്. കൊണ്ടുവന്നാൽ നിൻ്റെ വീടും നീ തൊട്ട കൈയും നീയും ശപിക്കപ്പെടും. കാരണം സ്വർണ്ണ ശാപമല്ല, കാരണം അത് വിഗ്രഹത്തെ തൊട്ടതുകൊണ്ട് അത് പർപ്പസ് വേറെയായിരുന്നു. അതുപോലും നീ എടുക്കല്ലോ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. കണ്ടോ? ഇപ്പം ലാൻഡിൽ നിന്നും ടെറിട്ടറിയിൽ നിന്നും വരാമോ? നമ്മുടെ മണ്ണ് ശുദ്ധമാകട്ടെ. ചിലരുടെ കണ്ണുനീര് വീണതാണ്, ചില വീട്ടിൽ സ്ത്രീകളുടെ രക്തം വീണതാണ്, കണ്ണുനീര് വീണതാണ്, ഉപദ്രവിച്ചതാണ്. അമ്മമാരെ, സ്ത്രീകളെയും ഉപദ്രവിച്ചു, അവിടെ രക്തം വീണു, അവർ കരഞ്ഞു. ആ വീട് അവർക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല. രക്തം വീണു, കൊലപാതകം ചെയ്തു, അതിൽ പലതും ചെയ്തു. ഈ വീട്ടിലോട്ടാണ് നമ്മൾ സ്വോത്രത്തോടെ ഫ്രീ അല്പം വില കുറച്ച് കിട്ടിയപ്പം കയറുന്നത്. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഇവിടെ നിർത്താം. ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാനൊരു വീട്ടിൽ പോയി. ആ വീടുമായിട്ട് ദൈവം എന്നെ കണക്റ്റ് ചെയ്തതായിരുന്നു. കാരണം ഈ വേർഡുകളെല്ലാം ഭയങ്കര അർത്ഥമാണ്. കാരണം എനിക്ക് എൻ്റെ സ്പിരിച്വൽ അതോറിറ്റിക്കകത്തും അംബ്രല്ലയ്ക്കകത്തും ദൈവം കൊണ്ടുവന്ന ചിലരുണ്ട്. അങ്ങനെ ദൈവം എന്നോട് കണക്ട് ചെയ്ത. നമ്മുടെ കർണാടകയിലോ കേരളത്തിലോ ഒന്നും അല്ല കേട്ടോ, ഇവിടെ ഒന്നും അല്ല. ആ വീട്ടിനകത്ത് എന്ത് കാര്യങ്ങൾക്കും ദൈവം എന്നെ ഉപയോഗിക്കുമായിരുന്നു. കാരണം ദൈവം വിശ്വസ്തനാണ്. ഞാൻ അങ്ങനെ ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ റോയ് പാസ്റ്റർ വന്നത് കാര്യമായി, ഞങ്ങളുടെ വീട് ഞങ്ങൾ മാറുക. ഞാൻ അവരുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. വീട് ഞങ്ങൾ മാറുക, ഞങ്ങളുടെ വീടിന് പ്രാർത്ഥിക്കാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആരെ വിളിക്കുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, വീട് ഡെഡിക്കേറ്റ് ചെയ്യണം. ശരി, ഞാൻ ചോദിച്ചു വീട് മേടിച്ചോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആ തെറുതിക്ക് പെട്ടെന്ന് ഒരു വീട് കിട്ടി, പൈസ കുറവായിട്ട് കിട്ടി, ഞങ്ങൾ മേടിച്ചു. ശരി, എഴുതിയോ? എല്ലാം എഴുതി, റെഡിയായി, ചെയ്തു. ശരി, എന്തൊക്കെ നടക്കാം? പെയിൻറ്റിങ്ങിൻ്റെ ഫൈനലാണ്, ക്ലീനിങ് നടക്കാം. ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് വൈകിട്ട് അവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അന്ന് വൈകിട്ട് ഞാൻ അവിടോട്ട് പോവാം. അപ്പോഴത്തേന് പണിക്കാരെല്ലാം പോയി, ഫൈനൽ ക്ലീനിങ് നടക്കാം. ഞാൻ അവിടോട്ട് ചെന്നു. അപ്പോൾ അവർക്ക് എൻ്റെ ഓരോ നോട്ടവും അവർക്കറിയാം. അവിടുത്തെ മക്കൾക്ക് എൻ്റെ ഓരോ നോട്ടം വരെ അവർക്കറിയാം. കാരണം എൻ്റെ കൂടെ വർഷങ്ങൾ നടന്ന അതുകൊണ്ട് അവർക്ക് എന്നെ അറിയാം. എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം അവർക്കറിയാം. എന്തെങ്കിലും ഒന്ന് പോസ് ചെയ്താൽ അവർക്കറിയാം എന്തോ വിഷയം. അങ്ങനെ ബന്ധമുള്ളൊരു കുടുംബം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. എല്ലാവരും ഉണ്ട്. മുറിക്കകത്തോട്ട് കയറി പ്രാർത്ഥിച്ചു. കണ്ണടച്ചു. പരിശുദ്ധാത്മാവ് എൻ്റെ മുമ്പിൽ ഒരു കാര്യം തുറന്നു വന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ പകുതി ജീവൻ പോയി. അവരെന്നോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വീട് മേടിച്ച കാര്യം അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത്. കർത്താവേ, ഈ വീടിനെ വിടുവിക്കണേ, അപ്പാ സഹായിക്കണം. ഞാൻ ദൈവത്തോട് സംസാരിക്കും. കർത്താവേ, എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് കർത്താവേ പിന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. വെളിയിലോട്ടിറങ്ങി. അവിടുത്തെ മോൻ എൻ്റെ കൂടെ വന്നു. ടെൽമി, എന്തുവാ നീ കണ്ടേ? നീ എന്തോ കണ്ടേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദർ നത്തിങ്, വിൽ പ്രേ അഗെയിൻ. അല്ലല്ലല്ല, നിൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എനിക്കറിയാം എന്തോ നീ കണ്ടു. നീ എന്തോ കണ്ടേ പറയാമോ? ഇപ്പം കുറേ നേരം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ നിങ്ങളെങ്ങനെയാ, ഇതാരുടെയാണ് വീട്? ഇന്ന ആളുടെ ഒരാടാ വീടാ, മമ്മിയുടെ ഫ്രണ്ടാ വീടാ. ശരി, നിങ്ങൾക്ക് അവരെന്തിനായി വീട് വിറ്റേന്ന് ചോദിച്ചു. എനിക്ക് ഇന്നത്തെ ഈ വചനമൊന്നും അന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, അവരെന്തിനായി വീട് വിറ്റത്? നീ എന്തോ കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞ വേർഡ് ഞാൻ കറക്റ്റ് ഇവരോട് പറഞ്ഞില്ല. കാരണം ഇവരുടെ മനസ്സ് ഇടിഞ്ഞു പോകാതിരിക്കാൻ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞത്, ഈ വീട്ടിൽ ഇവർ താമസിച്ച് വിത്തിൻ 3 monthsനകം ഈ വീടിൻ്റെ മേൽ സൂയിസൈഡിൻ്റെ അറ്റാക്ക് നടക്കും. ഞാൻ കാണുക ആൻറ്റി, ആ വീടിൻ്റെ മീതെ ഇരുട്ടിൻ്റെ ശക്തി
ഡിപ്രഷൻ്റെയും സൂയിസൈഡിൻ്റെ സ്പിരിറ്റ് നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ അമ്മോനോട് ബ്രദറിനോട് ചോദിച്ചു, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് വീട് മേടിച്ച്, എങ്ങനെ എന്തിനാ അവർ വീട് വിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന ആൾ ഈ വീട്ടിലെ അമ്മ ടീച്ചറായിരുന്നു, മോന് 10th എക്സാമിന് ഫെയിലായിപ്പോയി. അതാ മോനെ ഭയങ്കര ബുദ്ധിമുട്ടാക്കി, അവനെ ഡിപ്രഷനിലാക്കി, അവൻ സൂയിസൈഡ് ചെയ്തു. അതിനുശേഷം ഈ അമ്മയ്ക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ. അമ്മയ്ക്ക് ജീവിക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ ഇത് വിൽക്കാൻ തീരുമാനിച്ചു. പലരോടും പറഞ്ഞിട്ട് ആരും എടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടി. ഇവരോർത്തു പെയിൻ്റ് അടിച്ചാൽ ഇത് പോകുമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത നോക്കണം. അവരെ സ്നാനപ്പെടുത്തിയ ഞാനാ. തമ്പുരാൻ എന്നെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി. അവർ തകരാതിരിക്കാൻ തമ്പുരാൻ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനോട് പറഞ്ഞു, ഇന്നത് ചെയ്യും. 3 ദിവസം ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ 3 ദിവസം ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം ചെല്ലുമ്പം ആ സ്പിരിറ്റ് അവിടെ ഇല്ല. എന്നിട്ട് എനിക്കിട്ട് തന്ന പണി അതിനെക്കാട്ടും രസമാണ്. താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുക. അടുത്ത ദിവസങ്ങളെല്ലാം 3 ദിവസം പ്രാർത്ഥിച്ചു. ഷിഫ്റ്റിംഗ് നടക്കട്ടെ. ലേറ്റ് നൈറ്റ്, രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ലോഡെല്ലാം കൊണ്ടുപോയി ഈ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടു. അവരതിന് നേരത്തെ ചെന്നിട്ട് ആ സൂയിസൈഡ് ചെയ്ത ഏത് മുറിയിലാണ് ചെയ്തത് അവിടെ ഒരു ബെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കിടക്കാൻ. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ അടുത്ത ലോഡുമായിട്ട് വരാമെന്ന്. അവരന്ന് പോയി വെളുപ്പിനെയാണ് വന്നത്. ലോഡുമായിട്ട് വരാൻ വേണ്ടി പോയവർ എന്നോട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ രാത്രി അടുത്ത ലോഡുമായിട്ട് വരാം, ഇതിന് കട്ടിലെല്ലാം റെഡിയാണ്, ക്ഷീണം കൊണ്ടേ കിടന്നോളാം പറഞ്ഞു. എന്നിട്ട് അവരന്ന് വന്നത് പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ്. കാപ്പിയുമായിട്ട് വന്നു. ജീവനോടുണ്ടോയെന്നറിയാം. ഞാൻ അതേ മുറിക്കകത്ത് പോയി കിടന്നു. അതേ മുറിക്കകത്ത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും അനുഭവങ്ങളിൽ കൂടെ പോയതുകൊണ്ട് കർത്താവിനെ പറയാൻ തുടങ്ങി. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞ പോലെ കർത്താവേ വിടുവിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് ഓടുന്നത്. നിൽക്കാം. ലാൻഡ് നമ്മുടെ ജീവിതം അടുത്തവരെ ബാബിലോൺകാർ കൊണ്ടുപോയി. ഇതെല്ലാം ചരിത്രങ്ങളൊക്കെ ഒത്തിരി ഞാൻ പഠിപ്പിച്ചിട്ടുള്ള, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മുടെ സമയം കഴിയും. ബാബിലോൺകാർ കൊണ്ടുപോയി. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അടുത്ത ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് പഠിപ്പിക്കുന്നില്ല, അടുത്ത ആഴ്ച പഠിപ്പിക്കാൻ പോകുന്നു. എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പറ, വീടിന് പെയിൻ്റ് അടിച്ചതുകൊണ്ട് ആ കണ്ണുനീരും ആ സൂയിസൈഡ് സ്പിരിറ്റ് പോകുമോ? അത് ഒരു ഉദാഹരണം വെച്ചോണ്ട്. ഇത് സൂയിസൈഡ് സ്പിരിറ്റ് വേറെ. വീട്ടിൽ കൊലപാതകം നടന്നു, അല്ലെങ്കിൽ പോട്ടെ, ഇവരെന്നിട്ട് വിറ്റ് കളഞ്ഞിട്ട് പോയി, വന്ന് മേടിച്ചവരോ? ആ വീടിൻ്റെ മീതെ ഒരു ലീഗൽ പൈശാചിക ശക്തിക്ക് ഓപ്പണിംഗ് ഇട്ട് കൊടുത്തേക്കാം. അല്ലെങ്കിൽ ആ മണ്ണിൽ ഒരു ലീഗൽ വീടില്ല, ആ മണ്ണ് ഹോമം നടത്തി പൂജ നടത്തി എന്തെങ്കിലും നടത്തി പൈശാചിക ശക്തികൾ ഓപ്പൺ ആക്കിയിട്ട് അത് മേടിച്ചാലോ? ദൈവമക്കൾക്ക് ഇതിനെ ജയിക്കാം കേട്ടോ. ഇതൊക്കെ പഠിപ്പിക്കുന്ന ജയിക്കാം. കാരണം ദൈവം നിങ്ങളോട് പറയാം, ഈ ലാൻഡ് മേടിച്ചോണം. ഞങ്ങളിപ്പോൾ ഉള്ള ലാൻഡ് കർത്താവ് എന്നോട് പറഞ്ഞു അവിടെ പോയി വീട് പണിയാം. കർത്താവ് എന്നോട് പറഞ്ഞു വീട് പണിയാൻ പറഞ്ഞു. നീ വീട് പണി, ഞാൻ നിനക്ക് വേണ്ടി കൂടെ കാണും, നിനക്ക് വേണ്ടി ഞാൻ വഴി തുറക്കും. കർത്താവ് എനിക്ക് സൂപ്പർ നാച്ചുറൽ വഴികൾ തുറന്നു. കർത്താവിനോട് പറഞ്ഞിട്ട് വീട് പണി. കർത്താവിനോട് പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു വീട്, അവരുടെ ഒരു വലിയൊരു ആയുസ്സും അവരുടെ അന്ത്യ സമയത്തുള്ളൊരു ആവശ്യമാണ് പണിത് കൊടുക്കാൻ. എന്നോട് കർത്താവ്, ദൈവം നിങ്ങൾക്കൊരു നിയോഗം തന്നാൽ നിങ്ങളുടെ മുറികളിൽ വേദനയുടെ കണ്ണുനീരല്ല വീഴേണ്ടിയത്. നിങ്ങളുടെ മുറികളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീരുകൾ നിങ്ങളുടെ മുറികളിൽ വീഴട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴട്ടെ. കർത്താവേ, നന്ദിയുള്ളൊരു കണ്ണുനീര് വീഴട്ടെ. നിങ്ങളുടെ വീട് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ കർത്താവ് ഈ മണ്ണിനകത്ത് ഏതെങ്കിലും രക്തത്തിൻ്റെ അവകാശം കിടപ്പുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം ഞാൻ ആ മണ്ണിലേക്ക് ഒഴിക്കുന്നു. എൻ്റെ വസ്തുവകളിലുള്ള എല്ലാ അവകാശങ്ങളും ക്യാൻസൽ ആകട്ടെ.
എൻ്റെ വസ്തുവകളുടെ അകത്ത് ഏതെങ്കിലും പൈശാചിക ശക്തികളുടെ അവകാശങ്ങളുണ്ടെങ്കിൽ മണ്ണിൻ്റെ അടിയിലേക്ക് ആത്മതീ ഇറങ്ങട്ടെ. ഏലിയാവിൻ്റെ യാഗപീഠത്തിൻ്റെ മീതെ ഇറങ്ങിയ ആ അഗ്നി മണ്ണിനെയും വെള്ളത്തെയും ദഹിപ്പിച്ചു കളഞ്ഞതുപോലെ അഗ്നി ഇറങ്ങട്ടെ. അടുത്ത നിങ്ങളുടെ മുറികളിൽ നിന്ന് നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ഓരോന്ന് വചനം ക്ലെയിം ചെയ്യണം. വേറൊന്നുമല്ല ക്ലെയിം ചെയ്യേണ്ടി, വചനം ക്ലെയിം ചെയ്യണം. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കിയ ഒരു കാര്യമായിരുന്നു ആരാധനയെങ്കിൽ നിങ്ങളുടെ മുറികളിൽ നിന്ന് നിങ്ങൾ ആരാധിക്കണം. അടിസ്ഥാനങ്ങളിൽ ഉള്ളിക്കിടക്കുന്ന ചിലത് കരിഞ്ഞു പോകട്ടെ കേട്ടോ. മുറികളിൽ, വീടുകളിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടല്ലോ. ദൈവമക്കളെ, ഇത് ഓരോന്നോരോന്ന് ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം, മോറൽ കറപ്ഷൻസ് അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ചൈൽഡ് സാക്രിഫൈസ് എന്തുവാണെന്നൊന്ന് തൊട്ടതേ ഉള്ളൂ. ഐഡൽട്രി ആൻഡ് അഡൽട്രി പറഞ്ഞില്ല. അബോമിനെ ഇതൊക്കെ നോക്കിയേ, ഇതൊന്നൊന്നുമല്ല. ലാൻഡിൻ്റെ ഒരു വിഷയമാണ് ഞാൻ തൊട്ടത്. ഇത് ഓരോന്നും ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. നിങ്ങളെ പഠിപ്പിച്ച ഈ 5-6 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റാണ്. അൺഗോൾലി കവനൻ്റ് ഞാൻ മുന്നോട്ട് വരുമ്പോൾ എടുപ്പിക്കാം. അൺഗോൾലി കവനൻ്റ് പ്രാർത്ഥിക്കാം. പറയാൻ തുടങ്ങിയാലേ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ്. റൂട്ടിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു അല്ലേ? പ്രാർത്ഥിക്കാം. ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാനെടുത്തേ. നിങ്ങൾ ഓരോ ആഴ്ചയിലും ദൈവവചനം നിങ്ങൾ പഠിക്കുക. ഞാൻ ദൈവമക്കളോടുകൂടെ വീണ്ടും നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുക, നിങ്ങൾ മെസ്സേജ് കേട്ടിട്ട് പോകല്ലേ. ഈ ആഴ്ച പോയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോകല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ പറ്റിയ ഒന്നും നിങ്ങളുടെ മീതെ വരരുത്. നിങ്ങളതിനെ ജയിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത് കൊടുക്കല്ല. നിങ്ങളതിനെ പിഴുതു കളഞ്ഞു. മാനസികമായി, ശാരീരികമായി, ആത്മികമായി നിങ്ങൾ കരുത്തുള്ളവരാകണം. നിങ്ങൾക്ക് എവിടെയാണ് ബലഹീനതകൾ ഉള്ളത്? ചിലർക്ക് ശാരീരികമായിരിക്കാം, ചിലർക്ക് ആത്മീകമായിരിക്കാം. എവിടെയാണ് ബലഹീനത ഉള്ളത്? എഴുതി വെച്ചിട്ട് കർത്താവിനോട് കണ്ണുനീരോടെ പറയണം, കർത്താവേ എന്നെ ആ ഏറിയയിൽ ബലപ്പെടുത്തണേ, എൻ്റെ കണ്ണിനെ തുറക്കണേ. പ്രാർത്ഥിച്ച് ഞാൻ ഒട്ടും സമയം എടുക്കുന്നില്ല. കർത്താവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, നന്ദി കർത്താവേ. നന്ദി യേശുവേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഓരോരുത്തരെയും വിടുവിക്കണേ. യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മണ്ണ് ശുദ്ധമാകട്ടെ, ഞങ്ങളുടെ അന്തരീക്ഷം ശുദ്ധമാകട്ടെ. കർത്താവേ, ഞങ്ങൾ പാർക്കുന്ന വീടുകൾ ശുദ്ധമാകട്ടെ. നമ്മൾ പാർക്കുന്ന ഓരോ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അതിനെ പേടിച്ച് ജീവിക്കാനല്ല, പക്ഷെ ദൈവം നമുക്ക് തന്നേക്കുന്നത് ആ ലാൻഡ് ശുദ്ധമാകട്ടെ. നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമാകട്ടെ. നമ്മൾ എല്ലാം ശ്വസിക്കുന്ന വായു ശുദ്ധം. കർത്താവേ, ഞങ്ങൾക്കുള്ളതെല്ലാം ശുദ്ധം. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങളെ, അടിയൻ്റെ കുടുംബത്തെ, ദൈവം അടിയന് നിന്ന സഭയിലെ ആത്മാക്കളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ സമ്പത്തിനെ, അവരുടെ ജോലിയെ, അവർക്കുള്ളതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിടുതലുകൾ അങ്ങയുടെ ജനത്തിൻ്റെ മീതെ ആഴത്തിൽ ഇറങ്ങട്ടെ. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, സൗഖ്യമുള്ളവരാകട്ടെ. അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ മീതെ, കുടുംബത്തിൻ്റെ മീതെ സൗഖ്യവും ബലവും ഇറങ്ങി വരട്ടെ. കർത്താവിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഞങ്ങളെ പണിയുന്നതിനായി സ്തോത്രം. തിരുനാമം ഉയരണമേ, മഹത്വം ദൈവം എടുക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരും കഴുകപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. നമുക്ക്